കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തരുതെന്നൊരു ചൊല്ലുണ്ട്. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. പൊതുജനം തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഭരണ തലപ്പത്തിരിക്കുന്നത്. അത് ഈ പറയുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി, സമ്മതിദായകർക്ക് വേണ്ടി തന്നെയാണ് അവർ ഭരിക്കേണ്ടത്. രാജ്യത്തിൻ്റെ ക്ഷേമം, രാജ്യത്ത് നടക്കുന്ന അഴിമതി, ഇതൊക്കെ പൊതുജനം ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ എന്തിനും പ്രക്ഷോഭം ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ തുടർച്ചയായ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം തന്നെ അട്ടിമറിക്കാമെന്ന് ചില തീവ്രവാദികളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൂടെ നിർത്തിക്കൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ ജന്തർ മന്ദറിൽ ലഭിച്ച പോലെ ഒരു പിന്തുണയുമായി വരുമെന്ന് അഭിജിത്ത് ദീപ്കെ ധരിക്കുന്നത് വളരെ തെറ്റാണ് എന്ന് ഇനിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ നിന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. പ്രതിഷേധം ജനാധിപത്യ അവകാശമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. തെരുവിലൂടെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് പക്ഷേ ജനാധിപത്യമല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ വിമർശിക്കാം, സർക്കാരിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാം, വിയോജിക്കാം, പ്രതിഷേധിക്കാം, സമരം ചെയ്യാം. ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ സ്വാഭാവിക ഭാഗങ്ങളാണ്. എന്നാൽ ഈ അവകാശങ്ങളുടെ മറവിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നിരന്തരമായ തെരുവ് സമ്മർദ്ദത്തിലൂടെ തീരുമാനങ്ങൾ മാറ്റാൻ നിർബന്ധിക്കുക എന്നത് മറ്റൊരു വിഷയമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പം വളരെ ലളിതമാണ്. ഭരണം നടക്കേണ്ടത് നിയമപ്രകാരമാണ്, തെരുവിലെ ശക്തി പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസം കൂടി പരിശോധിക്കേണ്ടത്. 2026 രൂപം കൊണ്ട CJP ഒരു യുവജന കേന്ദ്രീത രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വരികയാണെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിനോടകം തന്നെ തൊഴിൽ, വിദ്യാഭ്യാസം, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി തുടങ്ങിയ വിഷയങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അവരുടെ വാദം. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അതിന് ജനാധിപത്യ വിരുദ്ധമെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല, അത് ചെയ്യുന്നതുമില്ല. പക്ഷെ ചോദ്യം മറ്റൊന്നാണ്, പ്രതിഷേധത്തിന്റെ പരിധി അതെവിടെയാണ് അവസാനിക്കുന്നത്? സർക്കാർ ഒരു വാഗ്ദാനം നൽകിയെന്ന് ഒരു സംഘടന ആരോപിക്കുന്നു. ആ വാഗ്ദാനം പാലിച്ചില്ല എന്ന് സംഘടന പറയുന്നു. അതിന്റെ പേരിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതുവരെ അത് ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിധിയിൽ തന്നെയാണ്. എന്നാൽ സമരം അക്രമത്തിലേക്ക് നീങ്ങുകയോ, പൊതുസ്വത്ത് നശിപ്പിക്കുകയോ, നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ബലമായി സ്തംഭിപ്പിക്കുകയോ, ഭരണ സംവിധാനത്തെ ഭീഷണിപ്പെടുത്തുകയോ, ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ സ്ഥിതി മാറും. അവിടെ സർക്കാർ ഇടപെടേണ്ടത് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ പേരിലല്ല, നിയമവാഴ്ച സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ പേരിലാണ്. ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് പൊതുജനം വോട്ട് ചെയ്താണ് എന്ന് കരുതി പൊതുജനം പറയുന്ന എന്തും കേൾക്കുന്ന ബാലാട്ടിപ്പട്ടികളല്ല ഭരണകർത്താക്കൾ എന്നുകൂടി ഈ അഭിജിത്ത് ദീപ്കെ പോലെയുള്ള ചില മാന്യദേഹന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീകരവാദികൾ പറയുന്നത് കേട്ടിട്ടോ ആ താളത്തിന് തുള്ളുന്ന അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം തുള്ളാനുള്ളതല്ല ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണ സംവിധാനവും. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സർക്കാരിനോട് വിയോജിക്കുന്നത് കൊണ്ട് അത് രാജ്യവിരുദ്ധമാകുന്നില്ല, അങ്ങനെ പറയുന്നതുമില്ല. എന്നാൽ ഏതൊരു സംഘടനയ്ക്കും ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുമെന്ന അവകാശം അത് ജനാധിപത്യം നൽകുന്നില്ല. കാരണം സർക്കാർ എന്നതൊരു വ്യക്തിയല്ല, പ്രധാനമന്ത്രി സർക്കാരല്ല, ഒരു കേന്ദ്രമന്ത്രി സർക്കാരല്ല, ഒരു പാർട്ടി സർക്കാരല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനം എന്നത് ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖലയാണ്. പാർലമെന്റ്, നിയമവ്യവസ്ഥ, ഭരണനിർവഹണ സംവിധാനം, അന്വേഷണ ഏജൻസികൾ, തിരഞ്ഞെടുപ്പ് സംവിധാനം, ഇവയെല്ലാം ചേർന്നാണ് റിപ്പബ്ലിക്കിന്റെ ഭരണഘടനാപരമായ ഘടന. അതുകൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തപ്പോൾ അതിന്റെ അടുത്ത വഴി ജനാധിപത്യപരമായ രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കണം, ഭരണ സംവിധാനത്തെ ബലമായി കീഴടക്കലല്ല. ഇവിടെ കേന്ദ്ര സർക്കാരിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. പക്ഷേ പാലിക്കാനുള്ള സമയം, അത് കൃത്യമായി പഠിക്കാനുള്ള സമയം, അത് ജനാധിപത്യ രാജ്യത്തിന്, ഇന്ത്യക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് ചിന്തിക്കാനുള്ള സമയം, ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. പാലിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ കാരണം ജനങ്ങളോട് സർക്കാരിനെ വ്യക്തമാക്കാനുള്ള സമയം അനുവദിക്കണം. കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അത് നിയമപരമായി പാലിക്കാനുള്ള സമയം അനുവദിക്കണം. വിദ്യാർത്ഥികൾക്കെതിരെ കേസുകളുണ്ടെങ്കിൽ ഓരോ കേസും നിയമപരമായി പരിശോധിക്കണം. കുറ്റം ചെയ്തിട്ടില്ലാത്തവരെ സംരക്ഷിക്കുകയും കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണം. നിയമം രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും രാഷ്ട്രീയമായി എതിർക്കുന്നവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. ഇതാണ് സർക്കാരിന്റെ യഥാർത്ഥ ശക്തി. ഇവിടെ മറ്റൊരു അപകടകരമായ പ്രവണത കൂടിയുണ്ട്. ഒരു സംഘടന സമരം പ്രഖ്യാപിച്ചു, സർക്കാർ സമ്മർദ്ദത്തിലായി, സർക്കാർ തീരുമാനം മാറ്റി, പിന്നീട് മറ്റൊരു സംഘടന അതേ മാതൃക പിന്തുടരുന്നു, പിന്നെ മറ്റൊന്ന്. അങ്ങനെ വന്നാൽ നാളെ ഇന്ത്യയിൽ നയങ്ങൾ തീരുമാനിക്കുന്നത് പാർലമെന്റിലല്ല, തെരുവിലായിരിക്കും. അത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദുർബലതയാവും. ഇതിനർത്ഥം സർക്കാർ എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തണമെന്നല്ല, മറിച്ച് സമാധാനപരമായ പ്രതിഷേധത്തിന് സർക്കാർ പരമാവധി ജനാധിപത്യ ഇടം നൽകണം. മോദി സർക്കാർ ഇതുവരെ അത് നൽകി എന്നുള്ളത് ഭാരതത്തിലെ ഓരോ മനുഷ്യനും നിസ്സംശയം പറയാവുന്ന കാര്യവുമാണ്.
പക്ഷേ സമാധാനപരമായ പ്രതിഷേധവും നിയമലംഘനവും തമ്മിലുള്ള അതിർവരമ്പ് അത് വ്യക്തമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അഭിപ്രായ പ്രകടനത്തിനും സമാധാനപരമായ സമ്മേളനത്തിനുമുള്ള അവകാശം നൽകുന്നുണ്ട്. എന്നാൽ ഈ അവകാശങ്ങൾ അബ്സല്യൂട്ട് അല്ല. പൊതുസമാധാനം, രാജ്യത്തിന്റെ സുരക്ഷ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി നിയമപരമായ നിയന്ത്രണങ്ങൾ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് പ്രതിഷേധത്തെ അടിച്ചമർത്തുക എന്ന നയമല്ല, നിയമലംഘനം അനുവദിക്കില്ല എന്ന കർശന നയമാണ് ഇവിടെ. അക്രമം നടന്നാൽ അന്വേഷണം നടത്തണം. പൊതുസ്വത്ത് നശിപ്പിച്ചാൽ നിയമ നടപടി വേണം. പോലീസിനെ ആക്രമിച്ചാൽ നിയമ നടപടി വേണം. ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ബലമായി തടസ്സപ്പെടുത്തിയാൽ അതിനും നിയമപരമായ പരിഹാരം വേണം. ഒന്നും പറ്റിയില്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടണം സർക്കാരെ. ഭാരതത്തിലെ ജനങ്ങൾ മോദിക്കൊപ്പം നിൽക്കും. പക്ഷേ സമാധാനപരമായ മുദ്രാവാക്യം വിളിച്ച ഒരാളെയും, സർക്കാരിനെ വിമർശിച്ച ഒരാളെയും, ജനാധിപത്യപരമായ അഭിപ്രായം പറഞ്ഞ ഒരാളെയും അതേ തട്ടിൽ കാണാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ പരീക്ഷണം. അതുകൊണ്ട് CJPയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനത്തെ മാത്രം അടിസ്ഥാനമാക്കി ഇത് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുന്നില്ല. എന്നാൽ ഏതൊരു സംഘടനയും പ്രതിഷേധത്തിന്റെ പേരിൽ ഭരണഘടനാപരമായ ഭരണ സംവിധാനത്തെ ബലപ്രയോഗത്തിലൂടെ പ്രവർത്തനരഹിതമാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ അതിനെതിരെ നിയമം കർശനമായി പ്രയോഗിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും അത് സർക്കാരിനുണ്ട്. രാജ്യത്ത് സർക്കാർ മാറേണ്ടത് സമരത്തിന്റെ ശക്തി കൊണ്ടല്ല, ജനവിധിയുടെ ശക്തി കൊണ്ടാണ്. സർക്കാരിനെ പുറത്താക്കാനുള്ള ഏറ്റവും വലിയ ആയുധം തെരുവിലെ കല്ലല്ല, ബാലറ്റാണ്. സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ വേദി അക്രമമല്ല, പാർലമെന്റും കോടതിയും മാധ്യമങ്ങളും ജനങ്ങളും തിരഞ്ഞെടുപ്പുമാണ്. അതിനാൽ ഇന്നത്തെ രാഷ്ട്രീയ ഇന്ത്യക്ക് ആവശ്യമുള്ളത് പ്രതിഷേധത്തെ ഭയക്കുന്ന സർക്കാരല്ല, അതുപോലെ നിയമത്തെ ഭയക്കുന്ന പ്രതിഷേധ പ്രസ്ഥാനവുമല്ല. ആവശ്യമുള്ളതൊരു വ്യക്തമായ തത്വമാണ്. വിയോജിപ്പിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അക്രമത്തിന് യാതൊരു ഇളവുമില്ല എന്ന കർശന നിലപാട്. സർക്കാർ തെറ്റിയാൽ സർക്കാർ തിരുത്തണം. പ്രതിഷേധക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ സർക്കാർ കേൾക്കണം. കോടതി ഉത്തരവിട്ടാൽ സർക്കാർ അനുസരിക്കണം. പക്ഷേ ആരായാലും, ഭരണകക്ഷിയോ പ്രതിപക്ഷമോ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ നിയമത്തിന് മുകളിലാണെന്ന് കരുതുന്ന നിമിഷം മുതൽ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അപകടം അവിടെ തുടങ്ങുന്നു. ഇന്ത്യയുടെ ഭരണ സംവിധാനം ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം നിലനിൽക്കുന്ന ഒന്നല്ല, അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അതിനാൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യമാണ്. ഭരണകൂടത്തെ ബലമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ പരിധി കടന്ന തീരുമാനമാണ്. ആ പരിധി ആരും കടക്കാതിരിക്കുകയാണ് നിയമവാഴ്ചയുള്ള റിപ്പബ്ലിക്കിന്റെ ഉത്തരവാദിത്വം. അവിടെ കേന്ദ്ര സർക്കാരിന്റെ സന്ദേശം വ്യക്തമാണ്. രാഷ്ട്രീയ വിമർശനത്തെ ഭയപ്പെടേണ്ടതില്ല, പക്ഷേ നിയമവാഴ്ചയെ ദുർബലപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. കാരണം ഒരു സർക്കാർ 5 വർഷം മാത്രം നിലനിൽക്കും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർന്നു വരും, മാറിപ്പോകും. പക്ഷേ ഭരണഘടനയും നിയമവാഴ്ചയും തകർന്നാൽ അതിന്റെ ആഘാതം ഒരു തലമുറയെ മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഏതെങ്കിലും ഒരു സർക്കാരിനെ സംരക്ഷിക്കുന്നതിലൂടെയല്ല, നിയമത്തെ സംരക്ഷിക്കുന്നതിലൂടെയാണ്. CJP പ്രസ്ഥാന സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉള്ളവർ ഇനിയും സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വീണ്ടും ഒരു പ്രക്ഷോഭം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ നിയമപരമായ വഴിയിൽ കർശനമായി തടയേണ്ടത് ഭാരതത്തിലെ ജനങ്ങളുടെ ആവശ്യമാണിപ്പോൾ. അതിന് മോദി സർക്കാർ ഒരുമ്പെട്ടാൽ, അതിന് മോദി സർക്കാർ തയ്യാറായാൽ, അതിന് അമിത്ഷാ എന്തെങ്കിലും കർശന നിയമം സ്വീകരിച്ചാൽ അതിനൊപ്പം നിൽക്കാൻ ഭാരതത്തിലെ ഓരോ ജനങ്ങളും മോദിക്കും അമിത്ഷായ്ക്കുമൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭിജിത് ദീപ്കെ പോലെ വളർന്നു വരുന്ന ഞാഞ്ഞൂലുകളെ, ഇതുപോലെ വളർന്നു വരുന്ന കളകളെ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഭാരതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ, ഭാരതത്തിന്റെ അടിത്തറയെ തന്നെ തോണ്ടി പുറത്തിട്ട് തീവ്രവാദികൾക്ക് വളരാൻ മണ്ണും വളവും ഒരുക്കി കൊടുക്കുന്ന ഒരു ജനതയെ അഭിജിത് ദീപ്കെ പോലെയുള്ളവർ ഇവിടെ വളർത്തിക്കൊണ്ടുവരും. ഭാരതത്തിൽ ഇത്രയും കാലം കൊണ്ട്, ഈ 10 വർഷം കൊണ്ട് മോദി സർക്കാർ ഉണ്ടാക്കിയെടുത്ത അടിത്തറ, ഭാരതത്തിനുണ്ടാക്കിയെടുത്ത കെട്ടുറപ്പ്, ഭാരതത്തിനുണ്ടാക്കിയെടുത്ത സുരക്ഷിതത്വം, ഇതൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന അഭിജിത് ദീപ്കെ പോലെയുള്ള ഞാഞ്ഞൂലുകളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട സമയം ഇതാണ്.